ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുഖ്യപ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ ഇഡി ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, എൻ വാസു എന്നിവരെയെല്ലാം ഒരുമിച്ചിരുത്തിയും വെവ്വേറെയും ചോദ്യം ചെയ്യും. ഇഡി കേസിൽ പ്രധാന സാക്ഷിയാകാൻ സാധ്യതയുള്ള നടൻ ജയറാമിന് ചൊവ്വാഴ്ച ഹാജരാകാനാണ് നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി നിഷ ദിലീപാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. നിഷ, SIT പലരെയും പിടിച്ച് അകത്താക്കി. അവർ ജയിലിൽ കിടക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് വളരെ കൂളായി ഇറങ്ങിപ്പോകുന്നു. എന്തായാലും ED നോട്ടീസ് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ED കൃത്യമായി കൂട്ടിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഈ പ്രതികളെല്ലാം തന്നെ ഇപ്പോൾ സുഖമായി പുറത്ത് വിലസുകയാണ്. ഈ മുരാരി ബാബു ആയിക്കോട്ടെ, എൻ വാസു ആയിക്കോട്ടെ, ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിക്കോട്ടെ, ഇവരെല്ലാം മുഖ്യപ്രതികളാണ് എന്ന് SIT തന്നെ പറഞ്ഞവരാണ്. എങ്ങനെയാണ് ഇപ്പോൾ EDയുടെ നീക്കം? ഒപ്പം തന്നെ ജയറാമിന്റെ ചോദ്യം ചെയ്യൽ ചൊവ്വാഴ്ച നടക്കാനിരിക്കുകയാണ്. പറയ് നിഷ, എങ്ങനെയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്? രാഖി, ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിന്റെ അന്വേഷണം ED ഏറ്റെടുത്തതോടുകൂടി കൂടുതൽ ചോദ്യം ചെയ്യലുകളുമായൊക്കെ മുന്നോട്ട് പോവുകയാണ്. ED റെയ്ഡുകൾ പല സ്ഥലത്ത് നടത്തിയിരുന്നു. കേരളത്തിലും ബംഗളൂരുവിലും അടക്കം ED പല റെയ്ഡുകൾ നടത്തിയിരുന്നു. ആ റെയ്ഡുകളിൽ സ്വർണ്ണമടക്കം കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ നിർണായകമായ ചോദ്യം ചെയ്യലുകളാണ്. ഈ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെയും ഒക്കെ തന്നെ ഇനി ED ചോദ്യം ചെയ്യാൻ പോകുന്നതേയുള്ളൂ. കാരണം ഇതിൽ എൻ വാസുവിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും എൻ വാസുവിനെയും ഒക്കെ വെവ്വേറെ ചോദ്യം ചെയ്തതിന് ശേഷം ഇവരെയൊക്കെ ഈ കേസിലെ പ്രതികളെയൊക്കെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ED കടക്കുകയാണ്. കാരണം ഈ പ്രതികളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ഈ എൻ വാസുവിൻ്റെ കാലത്ത്, എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു സുധീഷ് കുമാർ. ഈ സുധീഷ് കുമാറിൻ്റെ ചോദ്യം ചെയ്തപ്പോൾ ആ മൊഴികളിലുമൊക്കെ വ്യത്യാസമുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും എൻ വാസുവിനെയും മുരാരി ബാബുവിനെയും ഈ സുധീഷ് കുമാറിനെയും ഒക്കെ ചോദ്യം ചെയ്യും. അതിനുശേഷം ഈ പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. കാരണം ഇവരുടെ കാലത്ത് നടന്ന ഇടപാടുകളിലൊക്കെ തന്നെ, നടപടിക്രമങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ ഈ ഒരുപാട് രീതിയിൽ അവർ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ഈ വൈരുദ്ധ്യത്തിൽ കൃത്യത വരുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല, ഈ മുരാരി ബാബുവിനെ ED ഒരു തവണ ചോദ്യം ചെയ്തതാണ്. 2019 ശബരിമല ദ്വാരപാലക പാളിയിലെയും ഒപ്പം തന്നെ ശില്പത്തിലെയും ഒക്കെ സ്വർണം അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയ കേസിലെ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു. 1998 ശ്രീകോവിലെയും ഒപ്പം തന്നെ ദ്വാരപാലക പാളികളിലും സ്വർണം പതിച്ചത് അറിയാമായിരുന്നിട്ടും അത് ചെമ്പ് എന്ന് രേഖകളിൽ മുരാരി ബാബു എഴുതി ചേർത്തിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ തന്നെ കൃത്യത വേണം. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണ്. ഈ കേസ് അന്വേഷണം ED ഏറ്റെടുത്തപ്പോൾ തന്നെ ആദ്യം പല സ്ഥലങ്ങളിലും റെയ്ഡുകൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ 8 സ്ഥലങ്ങളിലും ഒപ്പം തന്നെ ബംഗളൂരുവിലും ഒക്കെ തന്നെ റെയ്ഡുകൾ ഉണ്ടായിരുന്നു. ഈ റെയ്ഡുകളിൽ സ്വർണ്ണമടക്കം കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ റെയ്ഡുകൾ നടത്തിയതിനു ശേഷം പങ്കജ് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ഒപ്പം തന്നെ അവിടുത്തെ ചില ഉദ്യോഗസ്ഥരെയും ഒക്കെ ED ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലുകളിലൊക്കെ തന്നെ ഇവർ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ഇവർക്ക് കൃത്യമായി അവിടെ നിന്ന് പിടിച്ചെടുത്ത സ്വർണത്തിൻ്റെ അളവിലൊക്കെ തന്നെ കൃത്യമായ മൊഴികൾ നൽകാൻ, അല്ലെങ്കിൽ ഈ സ്വർണത്തിൻ്റെ കണക്കൊക്കെ പറഞ്ഞപ്പോൾ മൊഴികളിലൊക്കെ വൈരുദ്ധ്യമുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിക്കും. എന്തായാലും ശബരിമല ഈ സ്വർണ്ണ കവർച്ചാ കേസിൽ SITയുടെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ED കേസന്വേഷണം ഏറ്റെടുത്തത്. കേസന്വേഷണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുമ്പോൾ ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് നിർണായകമായ ചോദ്യം ചെയ്യൽ തന്നെയാണ്. കേസിലെ മുഖ്യപ്രതികളെയും ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുരാരി ബാബുവിനെയും എൻ വാസുവിനെയും സുധീഷ് കുമാറിനെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യാനായി ഉടൻ തന്നെ ED ചോദ്യം ചെയ്യും. മാത്രമല്ല, ഈ നടൻ ജയറാമിന്, ഈ മുരാരി ബാബുവിനെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, പത്മകുമാറിനെ, ഒരുപക്ഷെ എൻ വാസുവിനെയൊക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ത് തിരക്കഥയുണ്ടെങ്കിലും അത് പൊളിക്കാൻ കാരണമാകുന്ന ഒന്നാണ് ഈ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യൽ. പല പോലീസ് സ്റ്റേഷനുകളിലും അത് സാധ്യമാകാറുണ്ട്. ഒരേ സമയം ചിലപ്പോൾ 1-2 പേർ മാറ്റി നിർത്തിയോ അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെയോ ചോദ്യം ചെയ്യും. അപ്പോൾ വരുന്ന ഉത്തരങ്ങൾ അതൊരു പക്ഷേ ഈ കേസിൻ്റെ മുന്നോട്ടു പോക്കിൽ ഏറ്റവും നിർണായകമാവില്ലേ?
കൃഷ്ണരാജ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൃത്യമായ വിവരങ്ങളിലേക്ക് കടക്കാനായി ഇവരെ വെവ്വേറെ ചോദ്യം ചെയ്യും. അതിനുശേഷം ഈ പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. കാരണം ഇവരുടെ മൊഴികളിൽ ആരുടെയൊക്കെ മൊഴികളിലാണോ വൈരുദ്ധ്യമുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ കൃത്യത വരാതിരുന്നു കഴിഞ്ഞാൽ ഈ മൊഴികൾ നൽകിയ ആളുകളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ, ആ നടപടിക്രമങ്ങളുമായാണ് ED മുന്നോട്ട് പോകുന്നത്. ഈ റെയ്ഡ് നടത്തിയ സമയത്ത് തന്നെ പല ആളുകളുടെയും വീട്ടിൽ നിന്ന് ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നുമൊക്കെ സ്വർണവും നിർണായക രേഖകളും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ കൃത്യത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിലെ മുഖ്യപ്രതിയും ഒപ്പം തന്നെ ഇപ്പോൾ പ്രതികളായിട്ടുള്ള ആളുകളെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യാനായി ED ഒരുങ്ങുന്നത്. ഈ ജയറാമിനെ സമൻസ് അയച്ച് വിളിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ചയാണ് ജയറാമിന് ഹാജരാവാനായി ED സമൻസ് നൽകിയിരിക്കുന്നത്. ബാക്കി പ്രതികളെല്ലാം തന്നെ അടുത്ത ആഴ്ചയോടുകൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, ഈ കേസിൻ്റെ അന്വേഷണം SIT അന്വേഷണം നടത്തിയിരുന്നപ്പോൾ ഇഴഞ്ഞു നീങ്ങുന്ന രീതിയായിരുന്നു. പിന്നീടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നതും ഇതിൻ്റെ ആദ്യപടിയായി തന്നെ നടത്തിയ റെയ്ഡുകളിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, നിർണായക രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും പിടിച്ചെടുത്ത സ്വർണത്തിൻ്റെ അളവിൽ പോലും കൃത്യതയില്ല. കൃത്യമായ വിവരം നൽകാൻ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിക്കോ അവിടുത്തെ ഉദ്യോഗസ്ഥർക്കോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ കേസ് അന്വേഷണം ED ഏറ്റെടുത്തതോടുകൂടി ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൻ്റെ നിർണായക വഴിത്തിരിവുകളിലേക്ക് തന്നെ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിർണായകമായ ചോദ്യം ചെയ്യലുകൾ അടുത്തയാഴ്ച നടക്കുന്നത്. കൃഷ്ണരാജ്, എന്തായാലും ഈ ED വന്നില്ലായിരുന്നുവെങ്കിൽ ഈ കേസിന്റെ ഗതി അല്ലേ? കാരണം ഇനി ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉള്ളത് കൊണ്ടാണ് SITക്ക് വലിയ കളികൾ കളിക്കാൻ പറ്റാത്തത്. എങ്കിലും ഹൈക്കോടതി ഒന്ന് കണ്ണ് ചിമ്മി തുറക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് SIT. കാരണം വെച്ചാൽ ഇനി പത്മകുമാർ കൂടി സ്വാഭാവികമാണത് അല്ലേ? ഇതുവരെയും അനങ്ങാത്ത SIT ഇനി ഈ പെട്ടെന്നൊരു കുറ്റപത്രവുമായി വരുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. എന്തായാലും ഈ അകത്ത് പോയ പ്രതികൾ കൂടുതൽ പേർ പുറത്തേക്ക് വരും. പക്ഷെ മറുവശത്ത് ED വരുന്നതോടുകൂടി ഈ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യൽ, കൃത്യമായി ഇതിൻ്റെ അന്വേഷണ വഴികളിലേക്ക് പോലെ അവരുടെ അന്വേഷണ രീതി മറ്റൊന്നാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൽ പിടിവീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, ഈ എന്തൊക്കെ ഇനി SIT കാണിച്ച് കൂട്ടിയാലും ഏതൊക്കെ തരത്തിൽ സർക്കാരിനെ രക്ഷിക്കാൻ ശ്രമിച്ചാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വാർത്ത കൂടി വന്നതോടെ CPM സർക്കാരും വലിയ പ്രതിരോധത്തിലാവുകയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല.